കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രഹസ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായം അതിന്റെ 37 വാക്യം. പത്രോസിനെയും സെബെദി പുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ടു ചെന്ന് ദുഃഖിച്ചു വ്യാകുലപ്പെട്ടും തുടങ്ങി. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 27 അധ്യായം എന്ന് പറയുന്നത് ഹല്ലേലൂയ 28 അധ്യായം എന്ന് പറയുന്നത് ആമേൻ വളരെ ശ്രേഷ്ഠകരമായ അധ്യായമാണ്. അതിനു മുമ്പായിട്ട് 26 അധ്യായം നാം വായിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ഗെത്സമനെ തൊട്ടുള്ള ഹല്ലേലൂയ തന്റെ ക്രൂശീകരണത്തോടനുബന്ധമായ പ്രവൃത്തികളെ നമുക്ക് കാണാൻ കഴിയും. അവിടെയാണ് നമ്മൾ വായിച്ച വചനം ഹല്ലേലൂയ യേശു പത്രോസിനെ സെബെദി പുത്രന്മാർ ഇവരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി എന്നുള്ളത്. ഹല്ലേലൂയ യേശുക്രിസ്തുവിന് പോലും ഈ ഭൂമിയിലായിരുന്നപ്പോൾ വളരെ കലക്കങ്ങളും ദുഃഖങ്ങളും അല്ലെങ്കിൽ വ്യാകുലങ്ങളും നേരിട്ടു എന്ന് നാം മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് അവൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു എന്ന് മത്തായിയുടെ സുവിശേഷം 26:38 നമുക്ക് വായിച്ചാൽ കഴിയും. ഹല്ലേലൂയ. അപ്പൊ ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് തൊട്ട് തുടങ്ങിയ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ തന്റെ ശുശ്രൂഷയുടെ പര്യവസാന വേളകളിൽ യേശു അനുഭവിക്കേണ്ടി വന്ന വലിയ മാനസികമായ വ്യാകുലതകൾ, ഹല്ലേലൂയ വലിയ കലക്കങ്ങൾ, ദുഃഖങ്ങൾ, സൃഷ്ടമായ ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തു തന്നെയാണല്ലോ സൃഷ്ടമായ ദൈവം. ആ യേശുവിന് പോലും ഇത്രമാത്രം കഷ്ടം ഈ ഭൂമി സഹിക്കേണ്ടി വന്നുവെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഞാനും നിങ്ങളും അല്പസ്വല്പമായി കഷ്ടതയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നാം പിറുപിറുക്കാതെ കർത്താവാൻ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ ധ്യാനിച്ച് യേശു കടന്നുപോയ പാതകളെ ഓർത്ത് നാം ദൈവത്തിന് നന്ദി പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവിതം എന്ന് പറയുന്നത് വളരെ പ്രശ്നസങ്കീർണമായ അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന എല്ലാ വ്യക്തികളും കഷ്ടതയിലൂടെ തന്നെ കടന്നു പോകണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് ഒരു പട്ടുമെത്തയുടെ അനുഭവമല്ല. ഹല്ലേലൂയ. ക്രിസ്തുവിനെ അനുഗമിക്കുക, ക്രിസ്തുവിനെ പിന്തുടരുക, ക്രിസ്തുവിന്റെ പിന്നാലെ പോവുക, ക്രിസ്തുവിന്റെ വചനം അനുസരിക്കുക, യേശു ക്രിസ്തുവിനായി ജീവിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ ലോകത്തിന്റെ ശത്രുവായിരിക്കുന്ന സാത്താന് അതിഷ്ടമല്ല. കാരണം സാത്താന്റെ അനുയായികൾ നഷ്ടപ്പെടുകയാണ്. ഒരുവൻ ക്രിസ്തുവിനാകുമ്പോൾ സാത്താന്റെ അനുയായികൾ നഷ്ടപ്പെടുമ്പോൾ അവൻ അടങ്ങിയിരിക്കത്തില്ല. ക്രിസ്തുവിന്റെ ശിഷ്യനായി മാറുന്നവന് നേരെ വളരെ പ്രതികൂലങ്ങളുമായി അവൻ എഴുന്നേൽക്കും. സാത്താൻ പ്രവർത്തിക്കുന്ന മനുഷ്യരുടെ അപ്പം മനുഷ്യൻ വിവിധമായ നിലകളിൽ ദൈവജനത്തിലെ പോരാടും. അത് നിയമവശത്തൂടെ, അധികാരികളുടെ, രാഷ്ട്രീയക്കാരിലൂടെ, മതങ്ങളിലൂടെ, ഇത് സംഘടനകളിലൂടെ, തീവ്രവാദികളുടെ, ഭീകരവാദികളുടെ, വർഗീയവാദികളുടെ ഒക്കെ ദൈവജനം, ദൈവമക്കൾ വളരെ പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. അത് തന്നെയാണ് യേശുക്രിസ്തു ഗെത്സമനെ തൊട്ട് കാൽവറിയിൽ വരെ യേശു കഷ്ടം സഹിച്ചു പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഹല്ലേലൂയ ദൈവവചനത്തെ അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പം ജീവിച്ച് നടന്ന് ഹല്ലേലൂയ നാം നിത്യതയിൽ എത്തുന്നിടം വരെ പ്രശ്നങ്ങൾ നമുക്കുണ്ട്. ഹല്ലേലൂയ. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ജീവിതത്തിൽ വളരെ സമാധാനമുണ്ട്, വളരെ സന്തോഷമുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്കെല്ലാം മറുപടിയുമുണ്ട്. അപ്പൊ യേശുവിനെ അനുസരിക്കുക, യേശുവിനെ അനുഗമിക്കുക എന്നൊക്കെ പറയുന്നത് അത് ജീവിതത്തിൽ ഒരു ഭാഗ്യകരമായ അനുഭവമാണ്. രക്തം ചെയ്യും. ഈ ലോകത്തിൽ നമുക്ക് എന്തെല്ലാം ഭാഗ്യകരമായ അനുഭവങ്ങൾ കടന്നു വന്നാലും, എന്തെല്ലാം ഭാഗ്യം നമ്മളെ തേടിയെത്തിയാലും യേശുക്രിസ്തുവിനോളം ഒന്നും ഒക്കത്തില്ല കേട്ടോ. രക്തം ചെയ്യും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൽ നമുക്ക് വീണ്ടും ജന്മം പ്രാപിക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ്. യേശുക്രിസ്തുവിൽ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ്. യേശുവിനെ അനുഗമിക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. യേശുവിനോട് ചേർന്ന കഷ്ടങ്ങളിൽ പങ്കുള്ളവരായി നിത്യതയ്ക്ക് വേണ്ടി വിശുദ്ധിയോടെ ജീവിക്കുക എന്നുള്ളതാണ്
ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് കേട്ടോ. ഹല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, ഹല്ലേലൂയ. ദൈവവചനം തന്നെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, മത്തായിയുടെ സുവിശേഷം, ഹല്ലേലൂയ, 26 37 തൊട്ട്, ഹല്ലേലൂയ, 46 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു പറഞ്ഞു, പിതാവേ കഴിയുമെങ്കിൽ എന്ന് പറഞ്ഞു തുടങ്ങി. യേശുവിന്റെ വലിയൊരു പ്രാർത്ഥന അവിടെ കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ യേശുവിന്റെ മുമ്പിൽ അനേകർ കവിണ്ണു വീണിട്ടുണ്ടെങ്കിലും, ഹല്ലേലൂയ, യേശു കവിണ്ണു വീണ് പിതാവിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുന്നതായിട്ട് മത്തായി 26:39 നമുക്ക് വായിച്ചാൽ കാണാൻ കഴിയും. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവിണ്ണു വീണു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അപ്പം വളരെ പ്രാർത്ഥനയുടെ അനുഭവത്തിലൂടെ പിതാവിന്റെ സന്നിധിയിൽ കവിണ്ണു വീണ് കിടന്ന് പ്രാർത്ഥിക്കുന്ന ഒരു യേശുവിനെ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. നാം ഇവിടെ വായിക്കുമ്പോൾ കാണുന്നത്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകണമേ എന്ന് യേശു പറയുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 22:41 അവൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്ന് പറയുന്നു. ഹല്ലേലൂയ. എന്നാൽ അതിദുഃഖത്തിൽ യേശു പിന്നെ കവിണ്ണു വീണു എന്ന് മത്തായി പറയുന്നു. യേശു കവിണ്ണു വീണു എന്ന് ഇവിടെ മാത്രമേ കാണുന്നുള്ളൂ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് യേശു കവിണ്ണു വീണ് ഈ പാനപാത്രം കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകണമെന്ന് പ്രാർത്ഥിക്കാൻ കാരണം? അതിനെക്കുറിച്ച് നാം ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഈ പാനപാത്രം എന്ന് പറഞ്ഞത് ക്രൂശ് മരണം മുമ്പിൽ കണ്ടുകൊണ്ടാണെന്നും, അല്ല ക്രൂശിങ്കിലേക്ക് നടത്തപ്പെടുവാൻ ഇടയാകാതെ ഗെത്സമന തോട്ടത്തിൽ വെച്ച് തന്നെ അവനെ കൊല്ലുവാൻ സാത്താൻ ശ്രമിച്ചതുകൊണ്ടുള്ള അതിവേദ മൂലമാണെന്നും, ഹല്ലേലൂയ, സ്തോത്രം, അവിടെ ഹല്ലേലൂയ മരിക്കുവാൻ ഇടയാകാതെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചതാണെന്നാണ് വേദപഠിതാക്കൾ അഭിപ്രായത്തിൽ വേദവ്യാഖ്യാനങ്ങളൊക്കെ പലരും രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണം എന്ന് പറഞ്ഞ ഗോൽഗൊഥായിലാണ്. ഹല്ലേലൂയ. എന്നാൽ ഗെത്സമനയിൽ വെച്ച് താൻ മരണപ്പെടരുത്, ഗെത്സമനയിൽ വെച്ച് താൻ കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, ദൈവവചനത്തിന്റെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി, പിതാവിന്റെ സന്നിധിയിൽ കവിണ്ണു വീണ് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്. യേശു അത് നമുക്ക് നല്ലൊരു മാതൃകയായിട്ട് തന്നിരിക്കുന്നു. ഒരു കാഴ്ചയോട് പിന്തുടരുവാൻ നമ്മളെ ആ അനുഭവത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങളെ കണ്ട് നിങ്ങൾ ഭയപ്പെട്ടു പോകരുത്. കർത്താവിനെ വിശ്വസിക്കണം, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് പഠിക്കാൻ കഴിയുന്നത്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീങ്ങിപ്പോകണമേ എന്ന് കർത്താവ് പ്രാർത്ഥിച്ചത് മനുഷ്യപുത്രൻ എന്ന നിലയിൽ സംരക്ഷണത്തിനും വിടുതലിനും പിതാവിനെ ആശ്രയിക്കണമെന്ന് നമുക്കൊരു പാഠം തരുന്നതിന് വേണ്ടി കൂടിയാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, നിലനിൽക്കുവാൻ കഴിയാത്ത പ്രയാസവേളയിലൂടെ, ദുഃഖവേളയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ സംരക്ഷണത്തിനും ആശ്രയത്തിനും, നമ്മുടെ സംരക്ഷണത്തിനും വിടുതലിനും, ഹല്ലേലൂയ, നാം കർത്താവിൽ ആശ്രയിക്കണമെന്ന് ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുക. ഹല്ലേലൂയ. ജീവിതത്തിൽ തളർന്നു പോകാവുന്ന അനവധി പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് വേണം ക്രൈസ്തവ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലായി, ഹല്ലേലൂയ, എത്രയോ ആളുകളാണ് കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വന്നത്. എത്രയോ ആളുകളാണ് ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്നത്. എത്രയോ ആളുകളെയാണ് ജയിലിൽ അതിക്രൂരമായി മർദ്ദിച്ച്, ജയിലിൽ വെച്ച് ഉണ്ടായ ക്രൂരമർദ്ദനം മുഖാന്തരം എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയി. യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിച്ചതുകൊണ്ട് എത്രയോ ദൈവഭക്തന്മാർ, ദൈവദാസിമാർ, ദൈവഭക്തന്മാരുടെ മക്കൾ, തലമുറകൾ വെറും ക്രൂരമായ രീതിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ഭാരതത്തിലടക്കം വളരെ വധിക്കപ്പെടാൻ കാരണമായി. അല്ലേരി, അവരൊക്കെ എന്തുകൊണ്ടാണ് അല്ലരിയ ആ ക്രൂശ് മരണം ആ കഷ്ടമരണം ഏറ്റെടുത്തത്? യേശു ക്രൂശ് മരണം വഹിച്ചത് അവരുടെ ഹൃദയത്തിലുള്ളത് കൊണ്ട്. അല്ലേലിയ, കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി അതേ സമർപ്പണത്തിൽ പലരും ജീവൻ വെച്ച് കൊടുത്തവരായി, രക്തസാക്ഷികളായി അപ്പോസ്തലന്മാരുടെ കാലഘട്ടം തൊട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ക്രൈസ്തവ ജീവിതത്തിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ വളരെ പ്രാർത്ഥനയോടെ നിൽക്കണം.
പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ചില ആളുകളൊക്കെ പ്രസംഗിക്കുന്നത് പോലെ വന്നാലുടൻ നിങ്ങൾക്ക് അനുഗ്രഹം, വന്നാലുടൻ സൗഖ്യം, വന്നാലുടൻ വിടുതൽ, വന്നാലുടൻ നിങ്ങൾക്ക് വിദേശത്ത് യാത്ര, വിദേശത്ത് ജോലി, വന്നാലുടൻ നിങ്ങൾക്ക് വലിയ ആഡംബര വീടുകൾ, ആഡംബര കാറുകൾ, വന്നാലുടൻ നിങ്ങളുടെ മക്കൾക്ക് ഔദ്യോഗികമായി ഉന്നത പദവിയിൽ എത്താനുള്ള ജോലികൾ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നവരൊക്കെ ഒരുപാടുണ്ട്. നിങ്ങൾ വന്നാൽ മതി, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് സ്വയം പണം വന്നു ചേരും. നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് വീട് കിട്ടും. നിങ്ങൾ വന്നാൽ നിങ്ങളുടെ മക്കളുടെ അങ്ങനെയൊക്കെ നടന്ന ഒരുവിധം പ്രോസ്പെരിറ്റി സുവിശേഷം പറയുന്നവരുണ്ട്. അതിനടിയിൽ നിങ്ങൾ വീണ് പോകരുത്. ഹല്ലേലൂയ. അതിൽ നിങ്ങൾ വീണ് ഭാരപ്പെട്ടു പോകരുത്. ഒരു ക്രൈസ്തവ വിശ്വാസിയാണെങ്കിൽ താങ്കൾ കഷ്ടതയിലൂടെ യേശുവിനെ കണ്ടെത്തണം. പ്രൈസോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദൈവം നിങ്ങൾക്ക് തരും. രോഗസൗഖ്യം തരും, വീട് തരും, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ ഉന്നതമായതിലേക്ക് വിദേശ രാജ്യത്ത് ജോലി നിങ്ങൾക്ക് വീടുകൾ, ആഡംബര കാറുകളും ഒക്കെ തരും. സന്തോഷവും സമാധാനമൊക്കെ യേശു തരും. തരുവേറെ നല്ല ഈ പറയാം. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കഷ്ടം സഹിക്കാനും കൂടെ നീ തയ്യാറാകണം. അല്ലേ? നന്മ മാത്രം ആവശ്യപ്പെട്ടും നന്മ മാത്രം ആഗ്രഹിച്ചും വരുന്നവർ നന്മ കിട്ടിക്കഴിയുമ്പോൾ അവർ പോകും. അല്ലേ? പീഡകൾ കടന്നു വരുമ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ അവർ യേശുവിനെ വിട്ടുപോകും. അങ്ങനെയുള്ള അനവധി വിഷയങ്ങൾ നമ്മുടെ കണ്ണാലെ നമ്മൾ കാണുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവി, നീ കർത്താവിനെ അനുഗമിക്കുമ്പോൾ, ഹല്ലേലൂയ, യേശുവിനെ നീ അനുഗമിക്കുമ്പോൾ, കർത്താവിനോട് കൂടി കഷ്ടം നീ സഹിക്കുമ്പോൾ, ആ ഗത്സമനെ തൊട്ട് ഗോൽഗോത്ത വരെ യേശു അനുഭവിച്ച മഹാപീഡയുടെ അനുഭവത്തിൽ നീ ഉൾക്കൊണ്ടു കഴിയുമ്പോൾ, നീ അതിനകത്ത് നിലനിൽക്കുകയാണെങ്കിൽ, എന്നെ കേൾക്കുന്ന ശ്രോതാവി, നിന്റെ ജീവിതത്തിന്റെ സകല കഷ്ടതകളും ദൈവം മാറ്റിത്തരും. ദൈവം നമ്മെ കൈവിട്ട് കളയത്തില്ല കേട്ടോ. ഒരിക്കലും തന്റെ ഭക്തന്മാരെ കൈവിട്ട് കളയാതെ, അനാഥനായി വിടാതെ നമ്മെ ചേർത്ത് പിടിക്കുന്നവനായ യേശു. നാം അനുഭവിക്കേണ്ടിയ ആ ക്രൂശ് മരണം കർത്താവ് നമുക്ക് വേണ്ടി ഏറ്റെടുത്തു. ഹല്ലേലൂയ. നാം രക്തസാക്ഷിത്വം വരിക്കേണ്ട ഭാഗത്ത് യേശു നമുക്ക് വേണ്ടി അത് ഏറ്റെടുക്കുന്നു. ഹല്ലേലൂയ. നമ്മെ നേരായ പാതയിലൂടെ നടത്തുവാൻ, നേരായ മാർഗത്തിലൂടെ നടത്തുവാൻ, ഹല്ലേലൂയ, നരകത്തിന്റെ അധീനതയിൽ നമ്മെ വിടുവിച്ച് ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുവാൻ വേണ്ടി യേശു തന്റെ ജീവൻ ആ കാൽവറിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. രക്തം ചെയ്യും. ഉടനെ കേൾക്കുന്ന സ്നേഹിത, ലൂക്കോസ് സുവിശേഷം 22:44 അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി എന്ന് എഴുതിയിരിക്കുന്നു. തന്റെ മരണം മനുഷ്യനെ സാത്താനിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് വേണ്ടിയായുള്ള ഒരു യുദ്ധമായിരുന്നു. അതുകൊണ്ട് ആ യുദ്ധത്തിൽ അവൻ വിയർത്ത് കുളിച്ച് രക്തം വിയർത്തു എന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, ചോരത്തുള്ളി പോലെ അവന്റെ വിയർപ്പ് ആമേന്റെ വീണും അത് വലിയ ചോരത്തുള്ളി പോലെ ആയെന്ന് പറയുന്ന വിവിധ വ്യാഖ്യാനങ്ങളകത്തുണ്ടെങ്കിലും നമുക്ക് ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. യേശു ഗെത്സമനിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, സാത്താന്റെ കയ്യിൽ അമർന്നു കിടക്കുന്ന ജനത്തിന്റെ വിടുതലിന് വേണ്ടി, ജനത്തെ വിടിവിച്ച് നിത്യമായ രാജ്യം, നിത്യമായ ജീവൻ കൊടുക്കാൻ വേണ്ടി യേശു പിതാവിന്റെ സന്നിധിയിൽ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ, ഹല്ലേലൂയ, അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിത, യേശു ക്രിസ്തുവിന്റെ ദുഃഖത്തെ കുറിച്ച് വേദപുസ്തകം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ ആ ദുഃഖം ക്രിസ്തുവിനെ തന്നെ ദുഃഖിപ്പിച്ചുവെങ്കിൽ അവന്റെ മക്കളായ നമ്മളെയും അത് ദുഃഖിപ്പിക്കാതിരിക്കുമോ? ദുഃഖവും വ്യാകുലവും ഉപദ്രവങ്ങളും വരുമെന്ന് മുൻകൂട്ടി യേശു നമ്മെ അറിയിച്ചു. അപ്പം യേശുക്രിസ്തു ഈ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് നമുക്കും ഈ കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനകളും ദുഃഖങ്ങളും വരുമെന്നുള്ളത് യേശു മുൻകൂട്ടി നമ്മളെ അറിയിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം യേശു എഴുതുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, കർത്താവായ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട്, ഹല്ലേലൂയ, ഈ ഭൂമി സംസാരിച്ച ദൈവവചനങ്ങളൊക്കെ പിന്നത്തേതിൽ യേശുവിന്റെ ശിഷ്യനായിരിക്കുന്ന യോഹന്നാൻ ആത്മാവിൽ ആ വചനം രേഖപ്പെടുത്തി തരുമ്പോൾ നമ്മളോട് ഇങ്ങനെ യേശു സംസാരിച്ചു. യോഹന്നാന്റെ സുവിശേഷം 16:33 നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം കേട്ടോ. ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്. ഹല്ലേലൂയ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ എന്ന് പറഞ്ഞാൽ ഈ വാക്യം ഈ സംഭാഷണത്തിന്റെ രക്തചുരുക്കമാണെന്ന് ഇവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. ക്രിസ്തുവിന് ലോകത്തിൽ കഷ്ടമുണ്ടായിരുന്നു, നാമും അതിൽ നിന്നും വിടുതലുള്ളവരാണെന്ന് കരുതേണ്ടതില്ല, എങ്കിലും ക്രിസ്തുവിൽ നമുക്ക് സമാധാനമുണ്ട്. രക്തം ചെയ്യും. അപ്പൊ ക്രിസ്തുവിന് ഈ ലോകത്തിൽ കഷ്ടമുണ്ടായിരുന്നത് പോലെ തന്നെ
നമുക്കും കഷ്ടങ്ങളും ഉപദ്രവങ്ങളും വേദനകളും പരീക്ഷകളും പരിശോധനകളും വെല്ലുവിളികളും നിന്ദകളും അപമാനങ്ങളും ഒറ്റപ്പെടുത്തലുകളും തള്ളലുകളും ഒക്കെ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമെന്ന്. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സമാധാനമുണ്ട്. അതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ജീവിതത്തിൽ നിങ്ങൾ തളർന്നു പോകരുത്. ജീവിതത്തിൽ നിങ്ങൾ മാനസികമായി വേദനിക്കപ്പെടരുത്. കാരണം കർത്താവ് പറയുന്നത്, നിങ്ങൾ കടന്നു വരുന്ന ഏത് പ്രതികൂലത്തിന്റെ നടുവിലും ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളെ നിലനിർത്തും. ഹല്ലേലൂയ. നമ്മുടെ ദൈവവചനം പറയുന്നത്. അതുകൊണ്ട് കർത്താവ് ധൈര്യപ്പെടുവീൻ എന്ന് കർത്താവ് നമ്മോട് പറയുക. കാരണം അവൻ ലോകത്തെ ജയിച്ചിരിക്കും, അതിനാൽ നമുക്കും ജയിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നേഹിതേ, റോമാലേഖനം 8:30 പൗലൂസ് പറയുന്നുണ്ട്. പൗലൂസിനെ ആ ചിന്ത ധൈര്യപ്പെടുത്തി നമ്മയും ധൈര്യപ്പെടുത്തണം. ഹല്ലേലൂയ. കർത്താവിലുള്ള വിശ്വാസത്താൽ നമുക്കും ഈ ലോകത്തെ ജയിക്കാൻ കഴിയും. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ നമുക്ക് ഈ ലോകത്തെ ജയിക്കാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ ദുഃഖത്തിന് കാരണം നിന്ദകളെയും അപമാനങ്ങളെയും കുറിച്ചുള്ള ഭയമാണോ? മരണഭയമാണോ? ചാട്ടമാർ അടിയും മുൾക്കിരീടവും സഹിക്കണമെന്നുള്ള വിഷയമാണോ? അങ്ങനെയുള്ള വിവിധ ചോദ്യങ്ങൾ നിൽക്കുകയാണ്. യേശുവിന്റെ ദുഃഖം എന്ന് പറയുന്നത് നിന്ദകൾ മുഖാന്തരമാണോ? അപമാനങ്ങൾ മുഖാന്തരമാണോ? മരണഭയമാണോ? ചാട്ടമാറടിയും മുൾക്കിരീടം ധരിക്കേണ്ട ആ സാഹചര്യത്തെ ഓർത്താണ് യേശു ദുഃഖിച്ചതും വ്യാകുലപ്പെട്ടതും എന്നൊക്കെ ചില ചിന്തകളും ചില പരിഭാഷകളും ഒക്കെ നിൽക്കുമ്പോൾ യേശു ദുഃഖിച്ചതും വ്യാകുലപ്പെട്ടതും എന്തിനാണ് നമ്മൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. രക്തം ചെയ്യും. അപ്പൊ യേശു ദുഃഖിച്ചതും വ്യാകുലപ്പെട്ടതും അല്ലുരിയൊക്കെ പാപികളുടെ കയ്യിൽ തന്നെ ഏൽപ്പിക്കുകയാണല്ലോ. അല്ലുരിയ. പാപമറിയാത്ത ഞാൻ പാപമാകണമല്ലോ എന്ന് ഉള്ളതായിരുന്നു യേശുവിന്റെ ചിന്ത. എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ചിന്ത എന്തായിരുന്നു? താൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കണമല്ലോ. പാപം ചെയ്യാത്ത താൻ അല്ലേലൂയ പാപമാകണമല്ലോ. പിതാവ് അല്പസമയം തനിക്ക് അവന്റെ മുഖം മറയ്ക്കുമല്ലോ എന്നിങ്ങനെയെല്ലാം കരുതി അവൻ മനം കലങ്ങി മനം നൊന്ത് പ്രാർത്ഥിച്ചു കാണും. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ മരണം എന്ന് പറയുന്നത് എല്ലാ നിലയിലും മാനവകുലത്തിന്റെ രക്ഷയാണ്. ഹല്ലേലൂയ. ഈ കാണുന്ന ലോകം മുഴുവൻ പാപത്തിൽ വീണ് കിടക്കുമ്പോൾ, ശാപത്തിൽ വീണ് കിടക്കുമ്പോൾ, അന്ധകാരത്തിൽ വീണ് കിടക്കുമ്പോൾ, ഈ ലോകത്തിലെ ജനികമായ ജീവിതത്തിൽ അകപ്പെട്ട് കടലിലേക്ക് നരകാഗ്നിയിലേക്ക് മനുഷ്യൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, അതിന്റെ നടുവിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുത്ത് നിത്യജീവൻ നൽകി ആ സ്വർഗീയമായ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ യേശു നമുക്ക് വേണ്ടി സ്തോത്രം ഗെത്സമനെ വിട്ട് ഗോൽഗോത്ത വരെ ആ പീഡനം അനുഭവിച്ച പീഡാനുഭവത്തിലൂടെ കടന്നുപോയി. അവൻ ഈ ക്രൂശിൽ നമുക്ക് വേണ്ടി തന്റെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുത്തു. അവന്റെ തലയിൽ മുൾക്കിരീടം അവരടിച്ചിറക്കി. അവന്റെ കൈകാലുകളിൽ കാരിരുമ്പാണി അവർ അടിച്ചിറക്കി. അവന്റെ ശരീരം ഉഴവുചാല പോലെ കീറി അവന്റെ വസ്ത്രം പകുത്തെടുത്തു. അവന് കുടിക്കുവാൻ ചുരുക്കം കൊടുത്തു. അവനെ കള്ളനെന്നും ബേൽസെബൂലിനും ചതിയനെന്നും കുലപാതകനെന്നൊക്കെ വിളിച്ച് അപമാനിച്ച് അവന്റെ കന്നത്തടിച്ചു, അവന്റെ മുഖത്ത് തുപ്പി. ഇതെല്ലാം യേശു അനുഭവിച്ച കഷ്ടങ്ങളാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച, ഈ ലോകത്തിന് മുഴുവൻ അധികാരിയായിരിക്കുക, പരമാധികാരിയായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം സഹിച്ചുവെങ്കിൽ ജീവിതത്തിൽ കടന്നു വരുന്ന ചെറിയ പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങൾ തകർന്നു പോകരുത്. രക്തം ചെയ്യും. യേശുവിന് വേണ്ടി നിൽക്കണം. ജീവിതത്തിൽ എന്തെല്ലാം ഭാരങ്ങൾ കടന്നു വന്നാലും നിങ്ങൾ യേശു ക്രിസ്തുവിന് വേണ്ടി നിൽക്കണം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, കർത്താവിനെ അനുഗമിക്കുക എന്നൊക്കെ പറയുന്നത് ജീവിതത്തിൽ സമാധാനമാണ് കേട്ടോ. ഹല്ലേലൂയ. യേശുവിനെ അനുഗമിക്കുക എന്നൊക്കെ പറഞ്ഞ് ജീവിതത്തിൽ സമാധാനമാണ്. കാരണം നമുക്കൊരു പ്രത്യാശയുണ്ട്. എന്താണ്? ഇന്ന് നാം മരിച്ചാൽ, ഈ സമയം നാം മരിച്ചാൽ നമുക്ക് നിത്യതയിൽ എത്തിച്ചേരാം. നരകക്കടലിലേക്ക്, നരകാഗ്നിയിലേക്ക് പോകാതെ നമുക്ക് നിത്യമായ രാജ്യത്തിൽ എത്തിച്ചേരാം എന്നുള്ള പ്രതീക്ഷയാണ്, ആ സമാധാനമാണ്, പ്രത്യാശയാണ് ഒരു ദൈവ ഭക്തന്റെ ജീവിതത്തിൽ ആമേൻ നമുക്ക് ലഭ്യമാകുന്നത്. യേശുവിന്റെ ക്രൂശ് മരണത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കലക്കത്തിന്റെയും ഭയത്തിന്റെയും പരിഹാരം എന്താണ്? കലക്കത്തിനും പരിഹാരത്തിന് എന്താണ്? അല്ലെങ്കിൽ കലക്കത്തിനും പ്രശ്നങ്ങൾക്ക് എന്താണ് പരിഹാരം? ഹല്ലേലൂയ. ഒറ്റ പരിഹാരമോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അപ്പൊ യേശു അത് തന്നെയാണ്. കലക്കത്തിനും ഹല്ലേലൂയ തന്റെ ജീവിതത്തിൽ ഭയത്തിനും താൻ ദുഃഖിച്ചപ്പോഴും വ്യാകുലപ്പെട്ടപ്പോഴും ഒക്കെ അതിന് പരിഹാരം എന്ന വണ്ണം
യേശു ഗെത്സമനയിൽ കമണ്ണ് വീണ് പിതാവിനോട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന സ്നേഹിത, നിന്റെ ചെറിയ പ്രശ്നമായിരുന്നാലും, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന മാതാവേ, സഹോദര, നിന്റെ ചെറിയ പ്രശ്നമായി വലിയ പ്രശ്നമായിരുന്നാലും അതിനുള്ള ഏക പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് മുമ്പാകെ കമണ്ണ് വീണ് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതാണ്. ഹല്ലേലൂയ. അപ്പം കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കുന്ന സമയമാണ് പ്രാർത്ഥന സമയം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ഏത് വിഷയത്തിന് മേൽ ഭാരപ്പെട്ടിരിക്കുന്നു, ഏത് വിഷയത്തിന്മേൽ മനം തൊന്ന് കലങ്ങിയിരിക്കുന്നോ, ആ വിഷയത്തിന് ലോകത്തിൽ നിന്ന് മറുപടി കിട്ടാതിരിക്കുമ്പോൾ, മനുഷ്യനിൽ നിന്ന് മറുപടി കിട്ടാതിരിക്കുമ്പോൾ, ആ ഒരു മറുപടിയുടെ നല്ല അനുഭവം നിങ്ങൾക്ക് ഇല്ലാതെ വരുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥനയോടെ ദൈവത്തിലിരിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ നിങ്ങളുടെ വിഷയത്തിന് ആശ്വാസം ദൈവം തരും. ഹല്ലേലൂയ. അപ്പം ഭയത്തെ അതിജീവിച്ച് ധൈര്യം പ്രാപിക്കുന്ന സമയമാണ് പ്രാർത്ഥന സമയം. ഹല്ലേലൂയ. ഏത് ഭയത്തെയും അതിജീവിക്കാൻ കഴിയും. ഏത് ഭയത്തെയും, ഏത് പ്രതിസന്ധിയും അതിജീവിക്കാൻ കഴിയും. നിങ്ങളെ അധൈര്യപ്പെടുത്തുന്ന ഏത് മേഖലയാണോ, നിങ്ങളെ അധൈര്യപ്പെടുത്തുന്ന എല്ലാ മേഖലയിൽ നിന്നും മോചനമുണ്ട്. ഹല്ലേലൂയ. ഒരു കഷ്ടം കടന്നു വരുമ്പോൾ, പ്രയാസം കടന്നു വരുമ്പോൾ, ഒരു ദുരിതം കടന്നു വരുമ്പോൾ, മഹാവ്യാധികൾ കടന്നു വരുമ്പോൾ, ദാരിദ്ര്യം കടന്നു വരുമ്പോൾ, കുടുംബ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, മക്കളെ കുറിച്ച് ഭാരം കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ ഭർത്താവിന്റെ ദോഷമായ ജീവിതം, നിന്റെ ഭാര്യയുടെ ദോഷമായ ജീവിതം, ക്രമം കെട്ട നടപ്പുകളൊക്കെ കടന്നു വന്ന് നിന്നെ വളരെ ഭാരപ്പെടുന്ന സന്ദർഭങ്ങളിൽ, ഹല്ലേലൂയ, ഒരാശ്വാസത്തിന്റെ വാക്ക് കേൾക്കുവാനില്ലാതെ നീ മനം കലങ്ങിയിരിക്കുന്ന സമയങ്ങളിലും, ഹല്ലേലൂയ, നിന്റെ അധൈര്യത്തെ മാറ്റി നിന്നെ ധൈര്യപ്പെടുത്തുവാൻ പ്രാർത്ഥന പ്രയോജനപ്പെടും. ഹല്ലേലൂയ. കർത്താവ് ഭൂമി മനുഷ്യനെ സ്നേഹിച്ചു എന്ന് പറയുന്നത് മുഖം നോക്കാതെ കേട്ടോ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന് മാത്രമേ മുഖം നോക്കാതെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. ജാതി മത മാർഗവർണ്ണ വ്യത്യാസമില്ലാതെ കുടില് തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന വലിയവരെയും ചെറിയവരെയും അവരുടെ പേരും നാളും വിവരും പാരമ്പര്യയുടെ സമ്പത്തും മഹിമയും ഒന്നും ചോദിക്കാതെ, ഹല്ലേലൂയ, എല്ലാം അറിയുന്നവൻ യേശു, ഹല്ലേലൂയ, അവൻ നമ്മെ മാറോട് ചേർത്ത് പിടിച്ചു രക്തം ചെയ്യും. അതുകൊണ്ട് നിങ്ങളെ അല്ലെങ്കിൽ കഷ്ടതയുടെ നടുവിൽ നിങ്ങളെ ചേർത്ത് പിടിച്ച് നിനക്ക് ആശ്വാസം തരാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ. മനുഷ്യൻ തരുന്ന ആശ്വാസത്തിനും ആശ്വാസ വാക്കുകൾക്കും, മനുഷ്യൻ പറയുന്ന സമാധാനത്തിന് സമാധാന വാക്കുകൾക്കുമെല്ലാം പരിധികളുണ്ട്. ഹല്ലേലൂയ. മനുഷ്യന്റെ സ്നേഹത്തിനെല്ലാം പരിധികളുണ്ട്. ആ സ്നേഹമെല്ലാം ഒരു അമേലിയ ശവക്കുഴി കൊണ്ട് അവസാനിക്കുമ്പോൾ, ഒരു പിടി മണ്ണ് കൊണ്ട് അവസാനിക്കുമ്പോൾ, യേശു നമുക്ക് തരുന്ന സമാധാനവും സ്നേഹവും പ്രത്യാശയൊന്നും ശവക്കുഴി കൊണ്ട് അവസാനിക്കുന്നതല്ല, നിത്യതയോളം നിലനിൽക്കുന്നതാണ്. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, നിന്റെ നിനക്ക് നിന്റെ അധൈര്യത്തെ മാറ്റിക്കളഞ്ഞ് ധൈര്യം തരുന്ന സമയമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പൊ യേശുക്രിസ്തു ഗെത്സമന തോട്ടത്തിൽ വെച്ച് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു. മരണവേദനയോടെ ഹൃദയം പകർന്നു പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ആത്മാവി വ്യാകുലത്തോടെ മുഖം കുനിഞ്ഞ് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. കണ്ടോ യേശുവിന്റെ പ്രാർത്ഥന കണ്ടോ എങ്ങനെയൊക്കെയാണ്? ഗെത്സമന തോട്ടത്തിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു, മരണവേദനയോടെ പ്രാർത്ഥിച്ചു. ആമേൻ. ആത്മാവിൽ വ്യാകുലത, ആത്മാവിൽ നിറയപ്പെട്ട് മുഖം കുനിച്ചതവ കമിഴ്ന്ന് വീണ് മുട്ടുകുത്തി യേശു പ്രാർത്ഥിച്ചു. എന്നെ കേൾക്കുന്ന മാതാവി, നിനക്ക് പ്രാർത്ഥിക്കാൻ സമയമുണ്ടോ? ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥന ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയോ? നിന്റെ ആരാധന നഷ്ടപ്പെട്ടു പോയോ? ദൈവമുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയോ? ഹല്ലേലൂയ. അല്ലെങ്കിൽ അങ്ങ് നഷ്ടപ്പെട്ടു പോയ നിന്റെ ജീവിതത്തിനകത്തെ ആ പ്രാർത്ഥന അനുഭവത്തെ നീ മടക്കി കൊണ്ടുവരണം. ഹല്ലേലൂയ. നിന്നെ കർത്താവ് സ്നേഹിച്ചതോർത്താൽ, നിനക്ക് വേണ്ടി ചെയ്ത നന്മകൾ ഓർത്താൽ, നിനക്ക് തന്ന വിടുതലുകൾ ഓർത്താൽ, നിനക്ക് തന്ന സൗഖ്യം ഓർത്താൽ, നിനക്ക് തന്ന അനുഗ്രഹങ്ങൾ ഓർത്താൽ നീ ദൈവത്തിലേക്ക് മടങ്ങി വരണം. കാരണം കാൽവരി ക്രൂശിൽ നിനക്ക് വേണ്ടി അനുഭവിച്ച പീഡാനുഭവത്തിലൂടെ, യേശു അനുഭവിച്ച പീഡാനുഭവത്തിലൂടെ നിന്നെ ഇത്രത്തോളം ദൈവം ഉയർത്തിയെങ്കിൽ, ഹല്ലേലൂയ, നീ അധൈര്യപ്പെട്ടു പോകരുത്. പ്രാർത്ഥനയോടെ ദൈവത്തിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങൾ, കോടാനുകോടി ജനം കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങളിൽ പാപത്തിൽ മരിച്ചു കിടക്കുക, ശാപത്തിൽ വീണ് കിടക്കുന്ന, മഹാവ്യാധിയാൽ വലഞ്ഞു കിടക്കുന്നു, പ്രത്യാശയില്ലാതെ, സന്തോഷമില്ലാതെ. മനുഷ്യൻ മരിച്ചാൽ എന്ത് ചെയ്യും? മനുഷ്യന്റെ മരണാനന്തര ജീവിതം എവിടെ? മനുഷ്യന്റെ ആത്മാവ് എങ്ങോട്ട് പോകും എന്നൊക്കെ ഓർത്ത് വളരെ ഭാരപ്പെടുന്നവരുണ്ട്. ഇന്നും പലർക്കും ഹല്ലേലൂയ, മനുഷ്യൻ മരിച്ചാൽ എവിടെ പോകുന്നു, ആത്മാവ് എവിടെ പോകുന്നു, മരണാനന്തര ജീവിതം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത
ഒരു നല്ല സമൂഹം നമ്മുടെ ലോകരാജ്യങ്ങളുടെ നടുവിലുണ്ട്. അതിന്റെ നടുവിൽ നീ യേശുവിനെ പ്രസംഗിക്കണം. അതിനൊരു കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നീ വെളിപ്പെടണം. മരണാനന്തര ജീവിതം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന്, വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിച്ചവന്, ദൈവകൽപ്പന സ്വീകരിച്ചവൻ, വിശുദ്ധിയും വേർപാടും ജീവിക്കുന്നവന് മരണാനന്തര ജീവിതമുണ്ട്. അത് നിത്യമായി സ്വർഗത്തിൽ ആണെന്ന് നീ വെളിപ്പെടുത്തി കൊടുക്കണം. ഹല്ലേലൂയ. ആത്മഭാരത്തോടെ നീ മറ്റുള്ളവർക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി, ഹല്ലേലൂയ, മരണവേദനയോടെ കർത്താവിനെ പോലെ കമണ്ണ് വീണ് കിടന്ന് നീ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. യേശു ഗത്സമനത്തോട്ടത്തിൽ പ്രാർത്ഥിച്ചെങ്കിൽ എന്നെ കേൾക്കുന്ന ആ പ്രാർത്ഥന അനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ നാളിൽ, ഹല്ലേലൂയ, യേശുവിനെ സ്വന്തം രക്ഷിതാപിതമായി സ്വീകരിച്ചപ്പോൾ, ഹല്ലേലൂയ, അന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ സമയമുണ്ടായിരുന്നു, ആരാധിക്കുവാൻ സമയമുണ്ടായിരുന്നു, സുവിശേഷം പറയാൻ സമയമുണ്ടായിരുന്നു. ഹല്ലേലൂയ. അന്ന് നിങ്ങൾക്ക് സമായോഗം മുടക്കാതെ വരാൻ കഴിയുമായിരുന്നു. അന്ന് നിങ്ങൾ വളരെ ഉത്സാഹത്തോടെ പ്രവർത്തിച്ചു. എന്നാൽ നിങ്ങൾക്ക് സാഹചര്യങ്ങൾ മാറി വന്നപ്പോൾ, നന്മകൾ വർദ്ധിച്ചപ്പോൾ, നിങ്ങളുടെ ബിസിനസ്സുകൾ വർദ്ധിച്ചപ്പോൾ, ജോലി ഉയർന്നപ്പോൾ, ഹല്ലേലൂയ, സ്ഥാനമാനങ്ങൾക്ക് കയറ്റം വന്നു കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ഇന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ സമയമില്ല, ആരാധിക്കാൻ സമയമില്ല, സമായോഗത്തിന് പോകാൻ സമയമില്ല, ദൈവവചനം വായിക്കാൻ സമയമില്ല. നിങ്ങൾക്ക് തിരക്കോട് തിരക്ക്. അത് മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ അസമാധാനം കടന്നു വരുന്നു, മഹാവ്യാധികൾ കടന്നു വരുന്നു, മഹാപ്രശ്നങ്ങൾ കടന്നു വരുന്നു, പ്രതികൂലങ്ങൾ, വെല്ലുവിളികൾ, നിനക്ക് തരണം ചെയ്യാൻ കഴിയാത്ത പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, അവിടെ നീ പതറിപ്പോകരുത്. നീ ദൈവത്തിന് അകന്നു പോയ സാഹചര്യങ്ങളെ ഓർത്തിട്ട് മടങ്ങി വന്ന് ദൈവത്തോട് ചേർന്നിരിക്കാം. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ ഗത്സമന തോട്ടം തൊട്ട് ഗോൽഗോത്ത വരെ യേശു ക്രിസ്തു അനുഭവിച്ച മഹാപീഡകൾ, ആ മഹാവേദനകൾ നിങ്ങൾ ഹൃദയത്തിൽ ധ്യാനിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ആ വാചനം വായിച്ച് ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, നിശ്ചയമായിട്ടും ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ സമാധാനം ദൈവം തരും. ഹല്ലേലൂയ. നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം യേശുക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ വചനമതാക്കിയാണ് കാണുന്നത്. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തു, ഹല്ലേലൂയ, ധൈര്യം പ്രാപിക്കാൻ വേണ്ടി, ധൈര്യപ്പെടുവാൻ വേണ്ടി, ഹല്ലേലൂയ, യേശുക്രിസ്തു ശക്തിപ്പെടുവാൻ വേണ്ടി, ഹല്ലേലൂയ, താൻ ആ ഗത്സമനയിലെ ആ അനുഭവം തൊട്ട് ഗോൽഗോത്ത വരെ തന്റെ ക്രൂശമരണം വരെ യേശു മുന്നോട്ട് പോകാൻ കാരണം, മുന്നോട്ട് നയിക്കാൻ കാരണം, മുന്നോട്ട് യേശു ധൈര്യത്തോടെ യാത്ര ചെയ്തെല്ലാം തന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ, യേശു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ഹൃദയത്തിൽ ഒരു മഹാധൈര്യമുണ്ടായി. ഹല്ലേലൂയ. ഇപ്പൊ ഗത്സമനയിൽ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോൾ യേശുവിന്റെ ഹൃദയത്തിൽ ഒരു വലിയ ധൈര്യം. അതുവരെ യേശു ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും മനകലങ്ങി അതിവ്യതയോടെ പ്രാർത്ഥിക്കുക. കാരണം ഗത്സമനയിൽ നല്ല സാത്താൻ തന്നെ തകർക്കുമോ, ഗത്സമനയിൽ ചെയ്താൽ മരണം ഭരിക്കേണ്ടി വരുമോ എന്നൊക്കെ ഓർത്ത് പലതിനെ കുറിച്ചും വ്യാകുലപ്പെട്ടെങ്കിൽ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവന്റെ ഹൃദയത്തിൽ ഒരു മഹാധൈര്യം ഉണ്ടായി. അതുകൊണ്ടാണ് മത്തായിയുടെ 26-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 46-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെ വായിക്കുന്നു, 26-46 ഇങ്ങനെ വായിക്കുന്നു: എഴുന്നേൽപ്പിൻ, നാം പോക, ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ യേശുവിന് മഹാധൈര്യം വന്നു. അല്ലെങ്കിൽ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, എഴുന്നേൽപ്പിൻ, ഹല്ലേലൂയ, എഴുന്നേൽപ്പിൻ, ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രശ്നത്തിനെതിരെ നീയും പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നിന്റെ ഹൃദയത്തിൽ മഹാധൈര്യം ഉണ്ടാവും. ക്രൂശ് മരണം നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, പീഡകൾ വർദ്ധിക്കുമ്പോൾ, പ്രശ്നങ്ങൾ വർദ്ധിക്കുമ്പോൾ, ഉപദ്രവങ്ങൾ, പരിഹാസങ്ങൾ കൂടുമ്പോൾ, നിനക്കെതിരെ ഒരുപാട് കഷ്ടതകൾ എതിരുകൾ കടന്നു വരുമ്പോൾ, യേശുവിനെ പോലെ നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ യേശു ക്രിസ്തുവിന് ഉണ്ടായ മഹാധൈര്യം പോലെ നിങ്ങൾക്കും ഒരു മഹാധൈര്യം പ്രാപിക്കാൻ കഴിയും. യേശു പറഞ്ഞതുപോലെ നിങ്ങൾക്കും പറയാൻ കഴിയും, എഴുന്നേൽപ്പിൻ, നാം പോകാം, ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു. അപ്പൊ നമ്മൾ പ്രാർത്ഥനയിൽ ശക്തിപ്പെടുക കേട്ടോ. ഹല്ലേലൂയ. പലരുടെയും പരാജയം എന്താണ്? പ്രാർത്ഥിക്കാൻ കഴിയാത്തതാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിക്കാൻ കഴിയാത്തതാണ്. പ്രാർത്ഥിക്കാൻ ഏകാഗ്രത കിട്ടാത്തതാണ്. പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരുക്കമില്ലാത്തതാണ് പലരുടെയും പരാജയങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരും എന്നൊക്കെ പറയുന്നത്. എന്നെ കേൾക്കുന്ന മാതാവേ, നീ പ്രാർത്ഥിക്കണം, നീ ദൈവത്തെ സ്തുതിക്കണം, നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം.
നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം യേശുവിലുണ്ട്. ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബം വളരെ പ്രശ്നത്തിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്, വളരെ പ്രതിസന്ധിയുടെ ആയിരിക്കും കടന്നു പോകുന്നത്. മറ്റൊരാൾക്ക് നിന്നെ സഹായിക്കാൻ കഴിയാത്ത വിധത്തിൽ വളരെ നൊമ്പരപ്പെടുന്ന അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കാം. ഏതുമാകട്ടെ, നീ പ്രാർത്ഥിച്ചാൽ നിനക്കൊരു മഹാധൈര്യം കിട്ടും. ഇവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ഹൃദയത്തിൽ മഹാധൈര്യമുണ്ടായി. എഴുന്നേറ്റ് നാം പോകാമെന്ന് പറഞ്ഞു. ക്രൂശിനെ നേരിടുവാനുള്ള മഹാധൈര്യം പ്രാപിച്ചു യേശു. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്തു? ക്രൂശിനെ നേരിടുവാനുള്ള മഹാധൈര്യം യേശു പ്രാപിച്ചു. മരണത്തെയും പാതാളത്തെയും പിശാചിനെയും നേരിടുവാനുള്ള ധൈര്യം പ്രാപിച്ചു. അവിടെ പ്രാർത്ഥിച്ചപ്പോഴാണ് പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി കമിഴ്ന്ന് വീണ് പ്രാർത്ഥിച്ചപ്പോൾ, മുഖം കുരിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ആ ക്രൂശ് മരണത്തെയും ഹല്ലേലൂയ ചാട്ടവാറടികളെയും മുൾക്കിരീടത്തെയും സ്തോത്രം, ഹല്ലേലൂയ മുൾക്കിരീടത്തെയും പിശാചിനെയും പാതാളത്തെയും മരണത്തെയും ജയിപ്പാനുള്ള മഹാധൈര്യം. ഹല്ലേലൂയ. അത് നിങ്ങൾക്കും അത് സാധ്യമാകട്ടോ. നിങ്ങൾക്ക് സാധ്യമാ. കർത്താവിൽ വിശ്വസിക്കുന്ന ഏത് വ്യക്തിക്കും ഹല്ലേലൂയ ഒരു മഹാധൈര്യമുണ്ട്. ഈ ലോകം മുഴുവൻ ഇളകി വന്നാലും, ഈ ലോകക്കാർ മുഴുവൻ ഇളകി വന്നാലും, സകല നിയമങ്ങളും നിനക്ക് പ്രതികൂലമായിരുന്നാലും, സകല മനുഷ്യരും നിനക്ക് പ്രതികൂലമായിരുന്നാലും, ഹല്ലേലൂയ, മുമ്പോട്ട് ഒരു സ്റ്റെപ്പ് പോലും വെക്കുവാൻ കഴിയാത്ത നിന്റെ മുമ്പിൽ വഴികളും വാതിലുകളും എല്ലാം അടഞ്ഞിരുന്നാലും, എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നീ പ്രാർത്ഥിച്ചാൽ അതിനു മുമ്പിൽ ദൈവം നിനക്ക് വേണ്ടി ചില വഴികളെ തുറക്കും, രക്തം ചെയ്യും. ഇന്ന് പകൽ ഈ ദൈവത്തിന്റെ വചനം കേട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവന് പറയട്ടെ, നിന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ, വഴികളെ ദൈവം തുറക്കാൻ പോകുകയാ. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തെ വ്യാപരിക്കുന്ന, നിന്റെ തലമുറയോട് വ്യാപരിക്കുന്ന, നിന്റെ കുടുംബത്തെ അസ്വസ്ഥമാക്കുന്ന ചില ബന്ധനങ്ങളെ ദൈവം നീക്കാൻ പോകുകയാ. ഹല്ലേലൂയ. നാളുകളായി നീ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച ചില വിഷയത്തിന് ദൈവം മറുപടി തരാൻ പോകുകയാ. ഹല്ലേലൂയ. ഇന്നലകളിൽ നീ കരഞ്ഞതിനൊക്കെ മറുപടി എന്റെ യേശു തരും. നീ അധൈര്യപ്പെട്ടു പോയ പല സന്ദർഭങ്ങളുണ്ട്. നീ ഭയപ്പെട്ടു പോയ പല സാഹചര്യങ്ങളുണ്ട്. മരണഭയം നിന്റെ ജീവിതത്തിൽ വന്ന സമയമുണ്ട്. എന്തിനാണ് എനിക്ക് കഷ്ടങ്ങൾ വന്നത്? എന്തിനാണ് എനിക്ക് നൊമ്പരങ്ങൾ ഉണ്ടായത്? എന്തിനാണ് ഞാൻ ഈ കഠിനമായ വ്യതിയിലൂടെ കടന്നു പോകുന്നതൊക്കെ ഓർത്ത് നീ വിലപിച്ച നാളുകൾ നിനക്കുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ള നാളുകൾ നിന്റെ ജീവിതത്തിൽ ഉള്ളപ്പോൾ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് പറയുന്ന ശക്തമായ ദൂത്, നീ കടന്നുപോയ മേഖലകളിൽ നീ കണ്ണുനീരൊഴുക്കിയതിന്റെ മറുപടി യേശു നിനക്ക് തരാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിന്റെ ഏകാന്തതയെ മാറ്റുവാൻ, നിന്റെ ജീവിതത്തിന്റെ സങ്കടത്തെ മാറ്റുവാൻ, നിന്റെ ജീവിതത്തിന്റെ ദുഃഖത്തെ മാറ്റുവാൻ, നിന്നെ അധൈര്യപ്പെടുന്ന സകല പ്രശ്നങ്ങളിൽ നിനക്ക് വിടു നൽകുവാൻ യേശു നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന കരങ്ങൾ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. യേശു നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഈ ലോകമല്ല നിന്നെ സ്നേഹിക്കുന്നത്, നിന്റെ വീട്ടുകാരല്ല നിന്നെ സ്നേഹിക്കുന്നത്, നിന്റെ ഭർത്താവല്ല, നിന്റെ ഭാര്യയില്ല, നിന്റെ സഹോദരങ്ങളുടെ ബന്ധുക്കളല്ല, നിന്റെ സഭയല്ല, നിന്നെ നടത്തുന്നവരല്ല നിന്നെ സ്നേഹിക്കുന്നത്. അവരുടെ സ്നേഹം നിനക്കുണ്ടെങ്കിലും യേശു ക്രിസ്തുവിന്റെ സ്നേഹമാണ് നിന്റെ ജീവിതത്തിന്റെ സമാധാനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. യേശുവിന്റെ യേശുക്രിസ്തുവിന്റെ ജീവിതമാണ് നമ്മുടെ സമാധാനം, നമ്മുടെ സന്തോഷമൊക്കെ. അതുകൊണ്ട് നീ കടന്നുപോയ സകല പ്രതിസന്ധികളുടെ നടുവിലും നിനക്ക് അതിജീവിപ്പാനുള്ള കൃപ ദൈവം തരാൻ പോവുക. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിത, യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന സമാധാനം എന്നൊക്കെ പറയുന്നത് അത് നമുക്ക് പറഞ്ഞറിയിക്കാനാവാത്തതാ. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ദുഃഖം നിറഞ്ഞ സന്ദർഭങ്ങളിൽ മുട്ടിന്മേൽ നിന്ന് കർത്താവിന്റെ സന്നിധി നിങ്ങളുടെ ഹൃദയം പകരുവിൻ. ഹല്ലേലൂയ. നിങ്ങളുടെ സകല പോരാട്ടങ്ങളും പ്രശ്നങ്ങളും ഹൃദയം തുറന്ന് കർത്താവിനോട് നിങ്ങൾ പറയണം. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ഏത് കഷ്ടതയിലൂടെ കടന്നു പോയാലും നിങ്ങൾ മുട്ടിന്മേൽ നിൽക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? മുഴങ്ങാനും മടക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം തുറന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പോരാട്ടങ്ങളും പ്രശ്നങ്ങളും കർത്താവിനോട് പറയുവാൻ കഴിയുമോ? എങ്കിൽ ആ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. ഏത് വിഷയത്തിനും പരിഹാരം അല്ലെങ്കിൽ പ്രാർത്ഥനയാണ് ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം. അതൊരു കർത്താവ് നിങ്ങളെ പരിപാലിക്കുന്നവനാകിയാൽ നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം അവന്റെ മേൽ വെക്കണം. യേശു നിങ്ങളെ പരിപാലിക്കുന്നവനായതുകൊണ്ട്, യേശു നിങ്ങളെ സംരക്ഷിക്കുന്നവനായതുകൊണ്ട്, യേശു നിങ്ങൾക്ക് ആശ്വാസം തരുന്നവനായതുകൊണ്ട് നിങ്ങളുടെ സകല ഭാരങ്ങളും യേശുവിന്റെ മേൽ വെക്കണം.
അല്ലേ? സങ്കീർത്തനക്കാരന്റെ ഒരു വാക്കും കൂടെ എടുത്തുകൊണ്ട് ഞാൻ പറയട്ടെ, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാൾ സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, നീ കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിച്ച ചില വിഷയങ്ങളുടെ മറുപടി നിന്റെ കണ്ണാലെ കാണാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ലേ? നീ കരഞ്ഞ് വിലപിച്ച ചില വിഷയത്തിന് മറുപടി ദൈവം നിന്റെ മുമ്പിൽ തന്നിട്ടില്ലേ? ആമീൻ. നടക്കുവോ ഇനി എന്തായിരിക്കും എന്റെ ജീവിതം, എന്റെ മക്കളുടെ ഭാവി എന്തായിരിക്കുന്നു ഓർത്ത് നീ സങ്കടപ്പെട്ട് വ്യാകുലപ്പെട്ട സമയങ്ങളില്ലേ? അതിന്റെ നടുവിൽ നീ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച വിഷയത്തിലൊക്കെ ദൈവം മറുപടി തന്നത് ഓർത്ത് നീ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. നീ ദൈവത്തിന് പിറുവിറുക്കാൻ പാടില്ല. ഒരുപക്ഷെ നീ മഹാരോഗിയായിരിക്കാം, മഹാവേദനയോട് കടന്നുപോയേക്കാം. ആരും നിനക്കൊരു സ്നേഹം തരുവാൻ, ആശ്വാസ വാക്ക് തരുവാൻ ഒരുപക്ഷെ നിന്റെ ഭർത്താവ്, നിന്റെ മക്കളും നിന്റെ അരികിൽ ഉണ്ടായെന്ന് വരത്തില്ല. നീ ഒറ്റയ്ക്കിരുന്ന് ഏകാന്തത്തിന്റെ ഭാരങ്ങളെ നീ ദൈവത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ നീ കടന്നു പോകുന്ന വലിയ പ്രതിസന്ധിയെ അതിജീവിപ്പാനുള്ള ധൈര്യം ദൈവം നിനക്ക് തരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. രക്തം ചെയ്യും. ജീവിതത്തിൽ തളർന്നു പോകരുത് കേട്ടോ. ഹല്ലേലൂയ. ജീവിതത്തിൽ ജയിക്കണം. രക്തം ചെയ്യും. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, സ്തോത്രം, ഫിലിപ്പി ലേഖനമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം, ഹല്ലേലൂയ, സ്തോത്രം എന്നാ വചനം പറയുന്നത്. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കുമെന്ന് പൗലോസ് ഫിലിപ്പി സഭയോട് പറയുന്ന ഒരു ദൂത് നമുക്കവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. വേദപുസ്തകം ഇങ്ങനെ പറയുന്നത്, സ്ഥിരமான സന്നിധിയിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അല്ലെങ്കിൽ 26:3 നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ വായിച്ചത്, ദൈവസമാധാനം ഉണ്ടാകുമ്പോൾ പിശാച് കലഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. സമാധാനത്തിന്റെ ഉറവിടം ദൈവമാണ്. അല്ലെങ്കിൽ കൊലോസ്യർ 3:15 ക്രിസ്തുവിന്റെ സമാധാനം എന്ന് അപ്പോസ്തലൻ പറയുന്നു. നമ്മുടെ കഴിവും അറിവും എല്ലാം ഉൾക്കൊള്ളുന്ന അറിവിനപ്പുറമാണ് ദൈവത്തിന്റെ സമാധാനം. ഹല്ലേലൂയ. ആർക്കും തന്നെ സമാധാനം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിൽ സകലവിധ സമാധാനങ്ങളുടെയും ഉറവിടം യേശുവ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ മനുഷ്യൻ വീർപ്പുമുട്ടുമ്പോൾ, ഹല്ലേലൂയ, സങ്കടപ്പെടുമ്പോൾ സകല സമാധാനത്തിന്റെ ഉറവിടം യേശുവാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം, ഹല്ലേലൂയ, നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ഹല്ലേലൂയ. സമാധാനം ഉൾക്കൊള്ളാത്ത ചിന്താകുലം, ഹല്ലേലൂയ, ഒരുവന്റെ മനസ്സിനെ ബലഹീനമാക്കുന്നു. ഹല്ലേലൂയ. ഇന്നോടെ ക്രിസ്തുവിന്റെ സമാധാനം നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ നിന്റെ മനസ്സിനെ ബലഹീനമാക്കും പിശാച്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന നിന്റെ ഹൃദയത്തിൽ സമാധാനമുണ്ടെന്ന, ഹല്ലേലൂയ, നീ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ സമാധാനത്തെ ദൈവം നിന്നെ നിറയ്ക്കും. ഹല്ലേലൂയ. നിന്റെ ബലഹീനതയ്ക്ക് ആശ്വാസമായി മാറും പ്രാർത്ഥന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നത്, ആകുല ചിന്ത നിന്റെ ജീവിതത്തിൽ ഉണ്ടായി നിന്നെ അസ്വസ്ഥനാക്കി പിന്മാറ്റത്തിലേക്ക് നയിക്കാതെ നീ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. യെത്സമന തോട്ടത്തിൽ കണ്ടോ യേശു, തന്നിൽ ബലഹീനനായി മാറാതെ, ആകുലതയോടെ ആയിത്തീരാതെ, പിന്മാറ്റത്തിലേക്ക് മാറാതെ, പിതാവ് ഏൽപ്പിച്ച ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഗെത്സമനയിൽ പിതാവിന്റെ മുമ്പിൽ കാമണ്ണ് വീണ് കിടന്ന് പ്രാർത്ഥിച്ച യേശുവിനെ പോലെ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ സകല പ്രശ്നങ്ങളുടെ നടുവിലും നീ കാമണ്ണ് വീണ് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഒരുപക്ഷെ നീ സാമ്പത്തികമായി ഞെരുക്കമായിരിക്കും, കുടുംബജീവിതത്തെ പ്രശ്നമായിരിക്കും, തലമുറയില്ലാത്തതിന്റെ ഭാരമായിരിക്കും, ഒരു നല്ല വീടില്ലാത്ത ഭാരമായിരിക്കും, ഒരു നല്ല ജോലിയില്ലാത്ത ഭാരമായിരിക്കും. അങ്ങനെ വിവിധ വ്യത്യസ്ത നിലകളിലാണ് മനുഷ്യൻ ഓരോ പ്രശ്നങ്ങളെ നേരിടുന്നത്. അവിടെ നീ ബലഹീനനായി മാറാതെ, ഹല്ലേലൂയ, നീ ഒരു പരാതിക്കാരനായി മാറാതെ, പരിഭവം പറയുന്നവനായി മാറാതെ, നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ നിറയ്ക്കത്തക്ക നിലയിൽ ദൈവം നിങ്ങളോട് ഇടപെടും. അതുകൊണ്ടാണ് പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വാക്യം കൊണ്ട് എടുക്കട്ടെ, സ്ഥിരமான സന്നിധിയിൽ അല്ലെങ്കിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്ന യഹോവയാം യാഗിൽ ശാശ്വതമായ ഒരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പിക്കുന്ന പ്രവാചകൻ പറയുന്നത്. എന്താണ് പ്രവാചകൻ ഇങ്ങനെയുടെ പറയാൻ കാരണം? ഹല്ലേലൂയ. പ്രവാചകൻ ഈ വാക്ക് പറയുമ്പോൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് ഇസ്രായേൽ ചെങ്കടൽ കടന്നപ്പോൾ അവർ പാടി ദൈവത്തെ സ്തുതിച്ചതുപോലെ ഇവിടെയും കാണുന്നു. 3-ാം വാക്യത്തിൽ സ്ഥിരமான സന്നിധിയിൽ ആശ്രയം വെച്ചിരിക്കുന്നു എന്നത് എല്ലാ കാലത്തുമുള്ള ദൈവജനത്തിന്റെ അനുഭവമാണ്.
ദൈവമാകുന്ന ശാശ്വത പാറമേലാണ് അവന്റെ സുരക്ഷിതത്വം എന്ന് 4-ാം വാക്യം വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആമി ഉയർന്നിരിക്കുന്ന യഹോവയുടെ കൈ, ഹല്ലേലൂയ, ആമി സ്തോത്രം, നമുക്ക് അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, തളരാതെ നീ പ്രാർത്ഥിക്കണം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന്. ഹല്ലേലൂയ. അത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന നല്ലൊരു ഹൃദയം നിനക്കുണ്ടോ? ഹല്ലേലൂയ. മടുത്തു പോകാതെ ദൈവത്തിന് മുഴങ്കാലം മടക്കുന്ന ഒരു അനുഭവമുണ്ടോ? മടുത്തു പോകാതെ ദൈവത്തിന് മുഴങ്കാലം മടക്കിയിരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ വചനം ധ്യാനിക്കുവാൻ നിനക്ക് കഴിയുന്നെങ്കിൽ, ഹല്ലേലൂയ, രക്തം ചെയ്യും. നിന്റെ സകല പ്രശ്നങ്ങൾക്കും നിനക്ക് പരിഹാരം നൽകി. ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്നപ്പോൾ ദൈവത്തെ പാടി സ്തുതിച്ചതുപോലെ നിനക്കും ദൈവത്തെ പാടി സ്തുതിക്കുവാൻ ദൈവ അവസരങ്ങൾ നൽകും. ഹല്ലേലൂയ. അന്നേരം സംഗീതക്കാരനോട് ചേർന്ന് നിനക്ക് പറയാൻ കഴിയും, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, സർവ്വാന്തരം വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, ഉപകാരങ്ങളൊന്നും മറന്നു പോകരുതെന്ന് 103-ാം സങ്കീർത്തനം പറയുന്ന പോലെ ദൈവം നിനക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾ ഓർത്ത്, ദൈവം നിനക്ക് നൽകുന്ന വിടുതൽ ഓർത്ത്, ദൈവം നൽകുന്ന സൗഖ്യം ഓർത്ത്, ദൈവം നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നതോർത്ത്, നിനക്ക് വേണ്ടി ചെയ്ത സകല ഉപകാരങ്ങൾ ഓർത്ത് നീ ദൈവത്തിന് നന്ദി പറയണം, രക്തം ചെയ്യാം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം കേട്ടോ. യേശു നല്ലൊരു പ്രാർത്ഥനയുടെ അനുഭവത്തെ ആ ഗെത്സമനെ തൊട്ട് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഹല്ലേലൂയ. അപ്പൊ യേശു ക്രിസ്തു പ്രാർത്ഥിച്ചുവെങ്കിൽ, പിതാവിന്റെ മുൻപിൽ കമിഴ്ന്ന് വീണ് കിടന്ന് പ്രാർത്ഥിച്ചെങ്കിൽ, ഞാനും നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഒരുക്കമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. എന്നെ കേൾക്കുന്ന സ്നേഹിത, ദുഃഖവേളകളിൽ മനുഷ്യനെ അന്വേഷിച്ചോടാതിരിക്കണം. ദുഃഖവേളകൾ കടന്നു വരുമ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, സാമ്പത്തിക ഞെരുക്കം കടന്നു വരുമ്പോൾ, ജോലി നഷ്ടപ്പെടുമ്പോൾ, കണ്ണുനീര് തൂകുമ്പോൾ, മഹാവ്യാധികൾ കടന്നു വരുമ്പോൾ, മനുഷ്യനെ അന്വേഷിച്ചോടിപ്പോയി നീ മനുഷ്യന്റെ പാദപീഠത്തിൽ നിങ്ങളെ കൊടുക്കരുത്. മനുഷ്യന്റെ മുമ്പിൽ നീ മുട്ടുകുത്തരുത്. മനുഷ്യന്റെ മുമ്പിൽ നിന്നെ സമർപ്പിക്കരുത്. ഹല്ലേലൂയ. നിനക്കുണ്ടാകുന്ന സകല പ്രശ്നങ്ങളുടെ നടുവിലും പ്രതിസന്ധികളുടെ നടുവിലും നീ ഓടിയെത്തേണ്ടത് യേശുവിന്റെ അരികിലേക്കാണ്. യേശുവിന്റെ അരികിൽ കടന്നു വന്ന യേശു ക്രിസ്തുവിന്റെ പാദപീഠത്തിൽ നിന്നെ ഏൽപ്പിച്ചിട്ട് നീ യേശുവിന്റെ പറഞ്ഞ, പിതാവേ, അങ്ങ് ഗത്സമനയിൽ കവിട വീണ് പിതാവിനോട് പ്രാർത്ഥിച്ച് തന്നെയുള്ള ദൗത്യം പൂർണ്ണമായി നിറവേറ്റിയതുപോലെപ്പാ ഞാനും അങ്ങയുടെ സന്നിധിയിലെ പാദപീഠത്തിൽ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു പറഞ്ഞ് നീ കർത്താവിന്റെ പാദപീഠത്തിൽ കമിഴ്ന്ന് വീണ് പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ പ്രാർത്ഥന കേട്ട് നിനക്ക് മറുപടി നൽകുന്ന യേശുവുണ്ട്. രക്തം ചെയ്യും. ഹല്ലേലൂയ. നിന്നെ പരിപൂർണമായിട്ട് സമർപ്പിക്കണം. ഹല്ലേലൂയ. അവൻ അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ നമ്മെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. ആശ്വാസവും സമാധാനം ദൈവം നമുക്ക് നൽകും. നമ്മൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. ഹല്ലേലൂയ. അതെ, നിനക്കൊരാശ്വാസം തരാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് യോഹന്നാൻ 11:28 നമ്മൾ കാണുന്നുണ്ടല്ലോ, അധ്വാനിക്കുന്ന ഒരു ഭാരം ചുമക്കുന്ന ഒരു വായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ കടന്നു വരുമെന്ന്. അതെ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അതേപോലെ ആശ്വസിപ്പാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഗെത്സമനെ തൊട്ട് യേശു ഗോൽഗോത്ത വരെ, ആ ക്രൂശുമരണം വരെ താൻ അനുഭവിച്ച മഹാവേദനകൾ, പങ്കപാടുകൾ, കഷ്ടതകൾ, നിന്ദകൾ, അപമാനങ്ങൾ, ഹല്ലേലൂയ, താൻ അനുഭവിച്ച ക്രൂശുമരണം നമ്മെ രക്ഷയിലേക്ക് നയിച്ച് നമ്മുടെ സകല പ്രശ്നങ്ങൾക്ക് പരിഹാരം തന്ന് നമ്മെ നിലനിർത്തിയ ദൈവത്തിന് നമ്മെ പൂർണ്ണമായി ഏൽപ്പിക്കണം. യേശുവിന്റെ ക്രൂശുമരണത്തിന്റെ രക്ഷയ്ക്ക് കാരണമായി. ഹല്ലേലൂയ. അപ്പം വചനം പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം കൊണ്ടാണ്. അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർ പ്രകാരം വിളിക്കപ്പെടുന്ന സകല നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ദൈവം പറയുമ്പോൾ ഇതുപോലെ എന്നെ കണ്ണുകളടച്ചാട്ട് നിങ്ങളുടെ ഏത് പ്രശ്നം പരിഹാരം വീശു നൽകും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമായി സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൂടി ലോകവ്യാപകമായി 800 കോടി ജനത്തെ, കേരളത്തെ, ഭാരത, ഇന്ത്യ രാജ്യത്തെ ഞങ്ങളുടെ വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ല, ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്നവർ, രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടണ നേതൃത്വ, ഗോത്രങ്ങൾ, ദ്വീപുകൾ, ആദിവാസികൾ, ട്രൈബൽ മേഖലയിലായിരിക്കുന്ന കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, കർത്താവിന്റെ കർത്താവിന്റെ ക്രമസമാധാന ബാല്യ നിയമ നിർമ്മാണ രംഗത്ത് രഹസ്യാനുഷ്ഠാന പോലീസ് രക്ഷകൾ ജുഡീഷ്യൽ വിവിധ വിഭാഗങ്ങൾക്കായി കരയിലും കടലും ആകാശമാർഗം വാഹനം വിളിക്കുന്ന വാഹനത്തിൽ യാത്രി വാഹനത്തിൽ ഉണ്ടാക്കുന്ന നിർമ്മിക്കുന്നവർ, സെയിൽസ് ചെയ്യുന്നവർ, അല്ലൊരു കർത്താവ് കടലയുടെ വാസിലെ തീരദേശ മത്സ്യബന്ധനം കടന്നുപോയിരിക്കുന്നവർ, കരികൾ കമ്പനികൾ ഫാക്ടറി ജോലി ചെയ്യുന്ന വഴിവില കച്ചവടക്കാർ, വലിയ ചെറുതുമായ എല്ലാ വ്യാപാര വ്യവസായികളെയും, കർഷക രംഗത്ത്, മെക്കാനിക്കൽ മോട്ടോർ രംഗത്ത്, ആമി യൂണിയൻ രംഗത്ത് എല്ലാ കർത്താവ് ഡൈസ്യൂട്ട് ഡ്രൈവേഴ്സിനെയും
ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഹകരണ മേഖല, പുതുമേഖല, ആരോഗ്യമേഖല, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖല, ഭാഗ്യമേഖലയായിരിക്കുന്നവർക്കായി എല്ലാ പൊതുമേഖലയിലും കർത്താവെ ആയിരിക്കും ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശൈശവത്തിൽ, ബാല്യത്തിൽ, കൗമാരി, യൗവനത്തിൽ, വാർത്തതിരാൻ, വൃദ്ധാശ്രമ, യാചകർ, ഓർഫനേജ്, തടവറയായിരിക്കും നിരീശ്വരവാദി, യുക്തിവാദികളും സുവിശേഷ വിരോധികളും കർത്താവെ സ്തോത്രം, തീവ്രവാദികളും വർഗീയവാദികളും മദ്യത്തിനും മയക്കും മനസ്സിലാക്കി അടിമപ്പെട്ട് കിടക്കുന്നവർ, ലോകത്തിന്റെ സകല മ്ലേച്ഛതയിലും ദുർബലപ്പെട്ട് കിടക്കുന്ന ജനം, സകല മഹാവ്യാധിയിലും ബന്ധത്തിലും ശാപത്തിലും പാപത്തിലും വീട് കിടക്കുന്ന ജനത്തിന് ഒരു ആശ്വാസമായി ജനം ദൈവത്തിലേക്ക് കടന്നു വന്ന് യേശുവിലേക്ക് കടന്നു വന്ന് ദൈവത്തിന്റെ മറുപടി പ്രാപിപ്പാൻ ജനത്തെ ഒരുക്കണം. സാത്താനി പാതാളത്തെ മരണത്തെ ജയിക്കുന്ന ഒരു ആത്മബലം ഈ ജനം പ്രാപിപ്പാൻ ധൈര്യപ്പെട്ട് കിടക്കുന്ന ജനത്തെ ധൈര്യപ്പെടുന്ന ദൈവത്തിന്റെ വചനം ഇതുപോലെ ജനത്തെ ഉറപ്പിക്കണമേ. ദേശരാജ്യം ജോലി കടന്നു പോയി ജോലി ചെയ്യുന്നവർ, കഷ്ടം സഹിക്കുന്നവർ, പീഡ അനുഭവിക്കുന്നവർ, നഷ്ടപ്പെട്ട നാട്ടിൽ തുടങ്ങിയ സാലറി കിട്ടാൻ മണ്ണാടത്തിൽ കഷ്ടം സഹിക്കുന്നവർ, ലിച്ചയിൽ കിടക്കുന്നവർക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാം മേഖല വിടുതലയക്കണമേ പ്രാർത്ഥിക്കുന്ന കർത്താവ്. ജനത്തിന്റെ സകല വിഷയത്തിൽ വീരും മറുപടി അയക്കണം. ദേശത്ത് വിദേശ രാജ്യം വിദേശ രാജ്യം കടന്നു കത്താൻ വേല ചെയ്ത് ദൈവത്തിലെ ദാസന്മാർ കുടുംബ തലമുറകൾക്കായി പ്രാർത്ഥിച്ചതിന് ശേഷം അനുഭവിക്കാൻ ദൈവദാസന്മാർക്കെല്ലാം വിടലും മോചനം കൊടുക്കണമേ. ദിവസം കർത്താവ് ഈ സമാധാനം, ദൈവിക സമാധാനം, സകല ബുദ്ധി കഴിയുന്ന ദൈവിക സമാധാനം സകല ജനത്തിന്റെയും ഹൃദയങ്ങളിൽ പകർന്നവർക്ക് ആശ്വാസം കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.